ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വണ്ടിയുടെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. എന്നാൽ ഇതിന് പോസിറ്റീവ് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നെഗറ്റീവുമുണ്ട്. എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള കാര്യം വണ്ടിയുടെ വിലയാണ്. ട്രയംഫ് സ്ക്രാംബ്ലർ 400 2000 കിലോമീറ്റർ ആണ് എൻ്റെ ഈ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളത്. 1000 കിലോമീറ്ററിന്റെ സർവീസും കഴിഞ്ഞു. ഏകദേശം 2500 അടുത്ത് ഓടിയിട്ടുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞ് ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരുപാട് സ്പെസിഫിക്കേഷൻസോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്ട്രെല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. ഞാനിതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിന്റെ പോസിറ്റീവ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിന്റെ റോഡ് പ്രസൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുമ്പോൾ ഇത് ഏതാണ് വണ്ടി, ഏതാണ് കമ്പനി, ഇന്ത്യൻ കമ്പനി ആണോ, അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് എവിടെ കൊണ്ടുവച്ചാലും നോക്കാൻ ആൾക്കാരുണ്ടായിരിക്കും. അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി എടുക്കാനും കാരണം അത് തന്നെയാണ്. ആദ്യം ഞാൻ ഇതിന്റെ 400 സ്പീഡ് 400 ആണ് ആദ്യം ഞാൻ എടുക്കാനിരുന്നത്. അതിനുശേഷം ഷോറൂമിൽ പോവുകയും ഈ വണ്ടി കണ്ടത് പിന്നെ ഇത് മതി, സ്പീഡ് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, സ്പീഡ് മോശമായിട്ട് കൊണ്ട് പറഞ്ഞല്ല, അതൊരു കുഞ്ഞു വണ്ടിയാണ്. ഇതിന്റെ ഈ ഒരു വലിപ്പമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് ചോദിച്ചപ്പം കോട്ടയത്തെ ഷോറൂമിൽ നിന്ന് അവർ നമ്മൾക്ക് കൊണ്ട് കാണിച്ചു തന്നത് ആദ്യം സ്പീഡായിരുന്നു. അതായത് ഞാൻ ചോദിച്ചിരുന്നത്, അത് തന്നെ അവർ കൊണ്ട് കാണിക്കുകയും ചെയ്തു. ഓടിച്ചു നോക്കിയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ പോയതിന് ശേഷമാണ് സ്ക്രാംബ്ലർ കാണുന്നത്. സ്ക്രാംബ്ലർ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള സ്ക്രാംബ്ലർ കോട്ടയത്ത് ഇരിപ്പുണ്ട്, അവരുടെ ഷോറൂമിൽ ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യായിരുന്നു. ഈ കളറും വേറെ ഒരു കളറും വേണ്ട, ഈ കളർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടിയിലോട്ട് വന്നത്. എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ഒരു 2 ലക്ഷം കിലോമീറ്ററിന് അപ്പുറം ഓടി എൻ്റെ കാലപ്പഴക്കവും വാർദ്ധക്യവും ഒക്കെ ആയതുകൊണ്ട് ഒരെണ്ണം മാറണമെന്ന് വെച്ചിട്ട് അങ്ങനെ മാറിയതാണ്. നമ്മുടെ ചേട്ടച്ചാർക്ക് സ്പീഡ് 400 ഉണ്ട്. അങ്ങനെ ട്രയംഫിലോട്ട് വരികയായിരുന്നു. ട്രയംഫ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇവരുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഉയരങ്ങളിൽ നിന്നുകൊണ്ടിരുന്ന പ്രൈസായിരുന്നു. അപ്പം നമുക്ക് സാധാരണക്കാർക്കും എടുക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലിലോട്ട് വന്നതാണ് സ്പീഡും സ്ക്രാംബ്ലറും. സ്പീഡിൻ്റെ T400 അങ്ങനെ എന്തോ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ്. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതിന് ഗോൾഡൻ സ്റ്റാമ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഇവൻ്റെ ലുക്ക്, റോഡ് പ്രസൻസും അടിപൊളിയാണ്. ഇതിൻ്റെ അടുത്തൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൈഡിങ് പൊസിഷനും റൈഡിങ് കംഫോർട്ടുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം ഒരു 100-300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് പോയതാണ്. ഒറ്റ സ്ട്രെച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു 150 ഒക്കെ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. എങ്കിലും ഞാൻ അത്രയും ദൂരെ പോയപ്പോൾ എനിക്ക് ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഇത് ഓടിച്ചതിൻ്റെ ഒരു ക്ഷീണോ, നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി റൺ ചെയ്തതിൻ്റെ ഒരു ക്ഷീണോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ആ ഒരു റൈഡിങ് കംഫർട്ടും ആ ഒരു ഇരിപ്പിൻ്റെ സുഖമൊക്കെ തന്നെയാണ്. അടിപൊളി കുഷീൻഡ് ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വേറെ മേടിച്ച് വെക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് അല്ലെങ്കിൽ ആ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ സുഖം, ആ ഒരു പഞ്ചി, ഒരു റണ്ണിങ് അടിപൊളിയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇത് എന്താ പറയുക, ഓടിക്കുന്ന കാര്യത്തിൽ നമുക്ക് പില്ലിയനായിട്ടും അല്ലെങ്കിൽ പില്ലിയൻ ഇല്ലാതെ ഓടിക്കുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഓടിച്ചിട്ട് പോകാം. ഞാനിപ്പോൾ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ ഹീറ്റിംഗ്. ഇത്രയും വലിയൊരു വണ്ടി ആകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ്, ഈ വണ്ടി ഹീറ്റ് ആകുന്നുണ്ടോ, നമുക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടോ, സുഖകരമായിട്ട് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ്. ഇതിൻ്റെ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പർ ഇട്ട് ഈ സാധനം ഓടിക്കാൻ പറ്റില്ല. ഒരു ലോങ് റണ്ണിലോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ലോക്കലി കുറച്ചൊക്കെ ഒരു 2-3-5-8 കിലോമീറ്റർ ഒക്കെ ഓടിക്കാന്നല്ലാണ്ട് ലോങ് റണ്ണിൽ നമുക്ക് സ്ലിപ്പർ ഇട്ട് ഓടിക്കാൻ പറ്റില്ല. ഷൂസ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലത്തെ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു അതിന് പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കുറച്ച് പരിഹരിക്കാം എന്നല്ല, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാം. ഞാനിപ്പോൾ സാധാ ഷൂ ഇട്ട് തന്നെ ഓടിക്കുകയാണെങ്കിലും ആ ചൂട് ഒട്ടും നമ്മുടെ കാലിനുള്ളിലോട്ട് വരുന്നില്ല. സോ നമ്മൾ പ്രോപ്പറായിട്ട് റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിച്ച് ഓടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വണ്ടിയുടെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. എന്നാൽ ഇതിന് പോസിറ്റീവ് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നെഗറ്റീവും ഉണ്ട്. ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവിലോട്ട് നമുക്ക് കിടക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫ്യൂൽ ഗേജ് ആണ്. ഫ്യൂൽ ഗേജ് ആക്യുറേറ്റ് അല്ല. എനിക്ക് തോന്നുന്നു ഇറങ്ങിയിട്ടുള്ള ഒരു ബൈക്കിനും ഡിജിറ്റലായിട്ടുള്ള ഫ്യൂൽ ഗേജ് ആക്യുറേറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹിമാലയനിൽ പോലും എന്തൊക്കെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിലും. ഫ്യൂൽ കുറഞ്ഞു വരുന്നതൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ല കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം തുറന്നു നോക്കി ഒന്ന് കുരുക്കിയൊക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി നെക്സ്റ്റ് ഹെഡ്ലൈറ്റിന്റെ ഫംഗ്ഷൻ ഒട്ടും കൊള്ളില്ല. പക്ഷേ ഡിസൈൻ അടിപൊളി എന്ന് തന്നെ പറയാം കേട്ടോ. എന്താ പറയുക, ആ DRLൊക്കെ ഇട്ട് നമ്മൾ രാവിലെ ഓടിച്ചു പോകുമ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. പക്ഷേ രാത്രിയായി ഈ സാധനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണണ്ടേ.
അത് വളരെ മോശമാണ്. ഓക്സിലറി ലൈറ്റിന്റെ ആവശ്യകത ഇതിന് ഉണ്ട്. അതാണ് ഇതിന്റെ 2 നെഗറ്റീവ്. ഇത് മഴയത്ത് ഓടിക്കുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ ടേഹഗർ ഇല്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെളി തെറിക്കുന്നുണ്ട്. അത് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും നല്ല രീതിയിൽ ചെളി തെറിക്കുന്നുണ്ട്. അത് എന്താ പറയാ, കഴിഞ്ഞ ദിവസം ഞാൻ മഴയത്തൊന്നും ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്റെ തല ഹെൽമറ്റ് വരെ ചെളി തെറിച്ചു. അത് ഇപ്പൊ എന്താ പറയാ, ഒരു ടേഹഗർ മേടിച്ചു വെക്കാം. നമുക്ക് ടേഹഗർ ഇപ്പൊ ഇവരുടെ ഇല്ല, നമുക്ക് വെളിയിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. 2-3 വണ്ടിയിൽ ഞാൻ സർവീസിന് പോയപ്പോൾ കണ്ടായിരുന്നു. അത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ തോന്നുന്നു. അപ്പം ആ ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ തോന്നുന്നു. പക്ഷേ വേറൊരു കേസ്, ഇപ്പൊ വണ്ടി ഇറങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇതിപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഇൻഡിക്കേറ്ററിനകത്ത് വെള്ളം ഈ മിസ്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വാറണ്ടി അല്ലേ, വാറണ്ടി ആയതുകൊണ്ട് നമുക്ക് മാറിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നമ്മളെടുത്തൊരു പുതിയ വണ്ടിയിൽ പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പേരുടെ വണ്ടിയിൽ വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ മാത്രമല്ല വരുന്നത്, ഒരുപാട് പേരുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനിയിപ്പം 2 നെഗറ്റീവ് കാര്യങ്ങൾ കൂടി എനിക്ക് ഇതിന് പറയാനുള്ളൂ. ഒന്ന് ഇതിൻ്റെ ചെയിനാണ്. ചെയിൻ 500 കിലോമീറ്റർ ആണ് ഇവർ അതിൻ്റെ സർവീസ് പീരീഡ് അല്ലെങ്കിൽ ലൂബ് ചെയ്യേണ്ട പീരീഡ് അവർ പറയുന്നത്. പക്ഷേ എനിക്കൊരു 250-300 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അത് ലൂബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയി പോയിട്ട് കിളി കരയുന്ന സൗണ്ടാണ്. അപ്പം ഞാൻ എറണാകുളത്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലത്ത് ചെയ്തിട്ടുണ്ട്, കോട്ടയത്തും ചെയ്തിട്ടുണ്ട്, ലൂബ് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം 300 രൂപ അടുത്ത് 290 രൂപയാണ് അതിന് ലൂബ് ചെയ്യുന്നതിന് വരുന്നത്. ഞാൻ ചെയ്തത് ഈ ചെയിൻ ലൂബിങ്ങിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് കൊല്ലത്താണ്. അവർക്ക് ഞാൻ ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുക്കുകയും ഒരു വണ്ടി ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ചെയിൻ ലൂബ് ചെയ്തത്. കോട്ടയത്തെത്തപ്പോൾ ഒരു വാഷ് അന്ന് സർവീസിന് തന്നായിരുന്നു, അതുകൊണ്ട് അവർ വാഷ് ചെയ്തു. പക്ഷേ എറണാകുളത്ത് കൊടുത്തപ്പം എനിക്ക് ഈ ട്രയംഫിൻ്റെ ഷോറൂമിൽ ഏറ്റവും മോശം സർവീസായിട്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ബിഹേവിയർ കുറച്ച് മോശമായിട്ട് തോന്നിയത് എറണാകുളത്തെ ഷോറൂമിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്, നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വരാതെ എക്സ്ട്രാ ഞാൻ ഷോറൂമിൽ നിന്ന് ഫിറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. ഈ വൈസർ ഞാൻ എക്സ്ട്രാ വെച്ചതാണ് ഷോറൂമിൽ നിന്ന്. പിന്നെ ഈ എൻജിൻ ഗാർഡ് ഇതും എക്സ്ട്രാ വെച്ചതാണ്. പിന്നെ എന്താണ് ഈ ടാങ്ക് പാഡ്, ഈ ഒരു കുഞ്ഞ് ടാങ്ക് പാഡും ഞാൻ എക്സ്ട്രാ വെച്ചാണ്. പിന്നെ ഈ ലഗേജ് കാരിയർ, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗമുള്ളൊരു സാധനം കേട്ടോ ഈ ലഗേജ് കാരിയർ എന്നൊക്കെ പറയാം. ഇതിൻ്റെയൊക്കെ വില എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ചേർക്കാം ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണെന്നുള്ള കാര്യം. ഇനി നമുക്ക് പറയാനുള്ളത് സർവീസാണ്. 1000 കിലോമീറ്റർ ആയപ്പോൾ ഈ വണ്ടി സർവീസിന് കയറ്റിയപ്പം എനിക്ക് ഷോറൂമിൽ നിന്നുണ്ടായ ആ ഫീഡ്ബാക്കും സർവീസിന് ശേഷം വണ്ടിയിൽ നിന്ന് കിട്ടിയ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയാം. 1000 കിലോമീറ്റർ ഫസ്റ്റ് സർവീസ്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1000 ആകുന്നതിന് മുമ്പ് ഒരു 980 ആയപ്പോഴേ കൊണ്ട് കൊടുത്തു. ഇനി വാറണ്ടി ഉള്ളതാണല്ലോ, അതുകൊണ്ട് 980 ആയപ്പോഴേ കൊണ്ട് വണ്ടി കൊടുത്തു. ഇതിൽ ചെയ്തിട്ടുള്ളത് ചെയിൻ ലൂബിങ്, ഓയിൽ ചേഞ്ച്, പിന്നെ ഫുള്ള് ഒരു ജനറൽ ചെക്കപ്പുമാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിന് എല്ലാത്തിനും കൂടി ആയത് ഏകദേശം 2500 രൂപയിൽ താഴെയാണ്. പിന്നെ എക്സ്ട്രാ ആക്സസറീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം കൂടി ഫിറ്റ് ചെയ്തപ്പോൾ ഒരു 7000 രൂപയിൽ താഴെ വന്നു മൊത്തം എല്ലാം കൂടി. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആക്സസറീസിൻ്റെ വില നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സർവീസിന് ചെന്നപ്പോൾ തന്നെയാണെങ്കിലും ഷോറൂമിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അവർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി സർവീസ് ചെയ്ത് തരും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയംഫിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അത് കോൺഫിഗർ ചെയ്തൊക്കെ തരും. അപ്പം ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ബുക്ക് ചെയ്തിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് തന്നെ അവർ സർവീസ് തരും. പിന്നെ സെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സെയിൽസിന് കോട്ടയം ഷോറൂമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ശരത്ത് എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എല്ലാ കാര്യത്തിനും പുള്ളി എപ്പോൾ വിളിച്ചാലും എന്ത് സംശയമുണ്ടെങ്കിലും അതപ്പം തന്നെ എനിക്ക് പറഞ്ഞു തരികയും നല്ല രീതിയിലുള്ള ഒരു സെയിൽസാണ് എനിക്കവിടെ ഒരു സെയിൽസും അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും അവരെന്തിനു വിളിച്ചാലും അവർ നമ്മളോട് നല്ല സപ്പോർട്ടീവാണ്. ഇതെന്ന് പറയുന്നത് 16000 കിലോമീറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഷോറൂമിൽ കൊണ്ടുപോയി ജസ്റ്റ് ഓയിൽ ലെവലും ബാക്കിയുള്ള ബ്രേക്ക് പാഡും അതൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് അവസാനം എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള കാര്യം വണ്ടിയുടെ വിലയാണ്. 3,45,000 രൂപയോളമാണ് ഈ വണ്ടിയുടെ വില. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. എനിക്ക് കോട്ടയത്ത് നിന്ന് ഈ വിലയ്ക്കാണ് വണ്ടി കിട്ടിയത്. ഇനി ഞാൻ ഈ വണ്ടി ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം പറയാം. അത്യാവശ്യം വണ്ടി ഓടിച്ച് ഒരു 150cc ആണെങ്കിലും അത്യാവശ്യം വണ്ടി ഓടിച്ച് പരിചയമുള്ളവർ ആദ്യമായിട്ട് പോയി വണ്ടി എടുക്കരുത്. അത്യാവശ്യം വണ്ടി ഓടിച്ച് പരിചയമുള്ളവർ മാത്രം പോയി എടുക്കുക. എന്താ പറയുക, ഇതിൻ്റെ ഒരു പുള്ളിങ്, ആ ഒരു ടോർക്ക് എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ഓടിച്ച് പരിചയമുള്ളവർ മാത്രം ഈ വണ്ടി എടുക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടിയെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ. The pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last.